അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് കേട്ടോ. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണിത്. അപ്പോൾ കടയിൽ നിന്ന് രസം വാങ്ങിച്ച് കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. അപ്പോൾ വീണ്ടും അതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ കടയിൽ നിന്ന് കൊണ്ടുവന്നത് ഇത്ര ഗ്രേവിയൊന്നുമില്ല, ഇത്രയും കളറൊന്നുമില്ല കേട്ടോ. ഒരു മഞ്ഞ കളർ പോലെയാണ് ഇരുന്നത്. അപ്പം ഞാൻ കുറച്ച് പൊടികളൊക്കെ അധികം ഇട്ടിട്ട് ഒന്ന് സ്പൈസി ആയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇത്തിരി എരിവ് വേണമെന്ന് പറഞ്ഞായിരുന്നു ഇത്തിരി എരിവൊക്കെ ഇട്ട് വെച്ചതാണ്. അപ്പോൾ കടയിൽ നിന്ന് കൊണ്ടുവന്നതിന് നല്ല മധുരമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് നുറുക്കിയെടുത്ത ചിക്കൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. പേസ്റ്റാക്കി ഇടുകയാണെങ്കിൽ അങ്ങനെ ഇടാം. അപ്പോൾ രണ്ടിൽ നിന്നും കുറച്ചിട്ട് കൊടുക്കാണ് കേട്ടോ. പിന്നെ ബാക്കി നമുക്ക് ഇനി മസാലയൊക്കെ റെഡിയാക്കുമ്പോൾ അതിലിടാനുള്ളതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനും ഇത്തിരി എരിവ് വേണം, അതുകൊണ്ട് എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. രണ്ടും ഇട്ടില്ല എന്നോർത്ത് കുഴപ്പമില്ല കേട്ടോ. അപ്പം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 2-3 സ്പൂണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ വിനാഗിരി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ചിക്കൻ നല്ല മൊരിഞ്ഞാലും നല്ല സോഫ്റ്റായിട്ടിരുന്നോളും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത മഞ്ഞൾപ്പൊടി ഇട്ടില്ല എന്ന്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഞാനിത് 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കാൻ സമയമില്ലെങ്കിൽ കുറച്ച് നേരം വെച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഓയിൽ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത്, ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് നിറച്ചിടേണ്ട, ചിക്കനൊക്കെ ഒന്ന് മറിച്ചിടാനുള്ള പരുവത്തിന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ പീസൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഫ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഫ്രൈ ആയ പീസൊക്കെ എടുത്ത് മാറ്റുക. എന്നിട്ട് ആ ഗ്യാപ്പിലേക്ക് ബാക്കി പൊരിക്കാനുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ പീസൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് മുരിഞ്ഞു പോകണ്ട, പാകത്തിനൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി. അങ്ങനെ ഇതേപോലെ എല്ലാ ചിക്കനും ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ വിനാഗിരിയൊക്കെ ചേർത്തത് കൊണ്ട് ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിന് എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പൊരിച്ചെടുത്ത വെളിച്ചെണ്ണയിലാണ് ബാക്കി മസാല റെഡിയാക്കണത്. അപ്പോൾ ഇതിൽ അങ്ങനെ പൊടികളൊന്നും കരിഞ്ഞ് വന്നിട്ടില്ല. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ കഷ്ണങ്ങൾ മുരിഞ്ഞതാണ് കേട്ടോ അതിലേക്ക് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഊറ്റണില്ല. ഈ ചീനച്ചട്ടി തന്നെ ബാക്കി മസാല റെഡിയാക്കാൻ കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പില വറുത്ത് കോരിയെടുക്കാം. അത് വറുത്ത് കോരിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉണക്കമുളക് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ റെഡിയാക്കുമ്പോൾ ഈ വേറെ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല എരിവ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ ഈ മുളകിൻ്റെ എരിവും നമ്മളതിൽ മുളക് വേറെ പൊടിച്ച് ചേർക്കണ്ട്, അതിൻ്റെ എരിവൊക്കെ കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ വേപ്പിലയും ഉണക്കമുളകും വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ഞാനതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് സവാള അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി കേട്ടോ. ഞാൻ രണ്ടും കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും വെളിച്ചെണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ കുറച്ച് നേരം വാടി വന്നതിന് ശേഷം അതിലേക്ക് ബാക്കി വന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. നേരത്തെ നമ്മൾ ചിക്കനിൽ പുരട്ടിയതിൻ്റെ ബാക്കി വച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാളയും ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്.
പിന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കുറച്ച് നേരം അതിൽ കിടന്നൊന്ന് വാടണം, അതിൻ്റെ പച്ചനിറമൊക്കെ മാറുന്നത് വരെ. ഇപ്പോൾ സവാളയും ഉള്ളി ഒന്നും കൂടി നന്നായിട്ട് വാടി വരും കേട്ടോ. അപ്പോൾ എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഞാൻ ഒരു ഇച്ചിരി കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണ്. ഇത് ചേർക്കണം നിർബന്ധമില്ല കേട്ടോ, നല്ല കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഇത്രയും പൊടികളൊന്നും ചേർത്തിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവിക്കും കളറിന് വേണ്ടിയിട്ടും കാശ്മീരി മുളക് പൊടി ചേർത്താണ്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പോരാത്ത ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുരുമുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ നല്ല എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. എരിവ് വേണ്ടാത്തവർ ഈ മുളക് പൊടിയും കുരുമുളക് പൊടിച്ചതും എല്ലാം ഒഴിവാക്കാം കേട്ടോ. അതിനെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ഇട്ട് കൊടുത്തിട്ട്, ഉപ്പ് കുറവുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വാടാൻ വേണ്ടി വയ്ക്കുകയാണ്. അപ്പോൾ എല്ലാം നന്നായിട്ട് വാടി വന്നതിന് ശേഷം അതിലേക്ക് ഉണക്കമുളക് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉണക്കമുളക് ഒരുപാട് നേരം കിടന്ന് മുരിഞ്ഞ് വരേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ ഇത് ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ നല്ല മധുരമാണ് ചിക്കൻ കൊണ്ടാട്ടത്തിന്. അപ്പോൾ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടയിൽ നിന്ന് കൊണ്ടുവന്നതിലും ക്യാപ്സിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുകയാണ്. അത് ഒരുപാട് നേരം കിടന്ന് വാടണ്ടെങ്കിൽ നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കിടന്ന് വാടിക്കുള്ളൂ. അപ്പോൾ ഉപ്പ് പോരെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് നേരം വാടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചെടുക്കണമെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ സാധാ നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പും നമ്മളൊഴിച്ച കെച്ചപ്പിൻ്റെ മധുരമൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ കൊണ്ടാട്ടത്തിന് മെയിനായിട്ട് നല്ല മധുരമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ പോരെങ്കിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനതെല്ലാം പാകമാണെന്ന് നോക്കിയിട്ടാണ് കേട്ടോ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും ചേർത്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഗ്രേവിയിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പും നല്ല മധുരമൊക്കെ കറക്റ്റായി വന്നതിന് ശേഷം പൊരിച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിലിട്ട് മസാലയൊക്കെ പിടിക്കുന്നത് വരെ നമുക്കിതൊന്ന് വയ്ക്കാം. അപ്പോൾ ചിക്കൻ്റെ അകത്തേക്ക് മസാല എല്ലാം പിടിച്ചോളും. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് മസാലയുടെ അകത്ത് ഇതേപോലെ അമർത്തി വയ്ക്കുക. എന്നാലാണ് മസാലയൊക്കെ നല്ല ചിക്കനിലേക്ക് പിടിച്ച് വരുള്ളൂ. എന്നിട്ട് ചെറിയ തീയിലിട്ടൊന്ന് വയ്ക്കണം കേട്ടോ. അപ്പോൾ മസാല എല്ലാം തിളച്ച് ചിക്കനിൽ പിടിച്ച് നന്നായിട്ട് വരട്ടിയ രീതിയിൽ റെഡിയായി വന്നോളൂ. അപ്പോൾ ഞാൻ തുറന്ന് നോക്കാണ്. അപ്പോൾ നല്ല തിളച്ച് ചിക്കനിൽ മസാല എല്ലാം പിടിച്ച് നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടി ഇത് മസാലയൊക്കെ വലിഞ്ഞിരിക്കും. അപ്പോൾ അടിപൊളി ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഇതിന് മധുരമാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ നല്ല മധുരവും എരിവൊക്കെ ഉള്ള ചിക്കൻ കൊണ്ടാട്ടമാണ് റെഡിയാക്കിയേക്കണത്. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചേക്കണ ഉണക്കമുളകും വേപ്പിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എരിവ് വേണ്ടെങ്കിൽ കുരുമുളക് ഒഴിവാക്കാം, മുളക് പൊടി ഒഴിവാക്കാം. ഉണക്കമുളക് പൊടിച്ചതും വറുത്തതും മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. എല്ലാത്തിൻ്റെ കൂടെയും ചേരും. പൊറോട്ട, നെയ്ച്ചോറ്, എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചിക്കൻ കൊണ്ടാട്ടം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഗ്രേവിക്കൊക്കെ നല്ല പ്രത്യേക ടേസ്റ്റായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് പൊരിച്ച് വെച്ച വേപ്പില, ഉണക്കമുളക് എല്ലാം ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. പിന്നെ ഉണക്കമുളക് പൊടിച്ചതും കൂടി വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉണക്കമുളക് വറുത്തത് ഭംഗിക്ക് മാത്രമല്ല, വേറെ നമ്മൾ എരിവിന് വേണ്ടി പൊടികളൊന്നും ചേർത്തില്ലെങ്കിൽ ആ മുളകും കൂട്ടി കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിച്ചതിനേലും കൂടുതൽ ഇഷ്ടമായി ഞാൻ വീട്ടിലുണ്ടാക്കിയപ്പോൾ. നല്ല എരിവും മധുരമൊക്കെ ആയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.